ആലിമീങ്ങൾ അവർക്കറിയാം ഏതാണ് ത്വരീഖത്ത്, ഏതാണ് ശരി. നൂർഷാ ത്വരീഖത്തിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി കുറച്ചപ്പുറത്ത് കൂട്ടായിയിൽ വെച്ച് അവരെ പുസ്തകങ്ങൾ വായിച്ച് വിശദമായി ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രസംഗം കേൾക്കുമല്ലോ. അവരുടെ പുസ്തകത്തിൽ ഒരുപാട് പിഴച്ച ആശയങ്ങളുണ്ട്, ചെറുതൊന്നുമല്ല. ഈമാൻ കിട്ടി ഭരിക്കാൻ പ്രയാസമാകുന്ന ആശയങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് അതറിയില്ല. പടച്ചവന്റെ മുമ്പിൽ മുസ്ലിയാമാരെ ചോദ്യം ചെയ്യും, വല്ലാതെ ചോദ്യം ചെയ്യും. പഠിച്ച ഇൽമ് ശരിക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു തആല ചോദ്യം ചെയ്യും. അത് പേടിച്ചിട്ട് പറയുകയാണ്, യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈഅൻ വലാ ഹും യുൻസറൂൻ. ഒരാളും പടച്ചറബിന്റെ കോടതിയിൽ സഹായിക്കാനുണ്ടാവൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ രക്ഷപ്പെടൂല. ആലിമീങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവര് പഠിച്ചതവര് തുറന്ന് പറയണം, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അവര് അമ്പിയാക്കളുടെ സ്വത്തവകാശം കിട്ടിയവരാണ്. അവര് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സാധാരണക്കാര് ആഖിറത്തിൽ വെച്ച് പിടികൂടും. മുസ്ലിയാർ ഞങ്ങളെ നാട്ടിൽ വന്നു, ഞങ്ങൾ സ്റ്റേജ് ഒരുക്കി കൊടുത്തു, ഞങ്ങളതാ മുസ്ലിയാർക്ക് ഭക്ഷണം കൊടുത്തു, കാറിന്റെ വാടക കൊടുത്തു, ചിലപ്പോൾ മുസ്ലിയാർക്ക് ഹദിയ കൊടുത്തു, എത്ര ബഹുമാനിച്ചു. പക്ഷേ ഞങ്ങളെ ആഖിറം രക്ഷപ്പെടുത്തേണ്ട വിഷയം മുസ്ലിയാർ പറഞ്ഞു തന്നില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ കംപ്ലൈന്റ് പറയാൻ അവസരമുണ്ടാക്കിക്കൂടല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ത്വരീഖത്തുണ്ട്. പക്ഷേ ത്വരീഖത്ത് ആരിൽ നിന്ന് സ്വീകരിക്കണം? എന്ത് ത്വരീഖത്താണ്, ആരാണ്? അതൊക്കെ വലിയ വിഷയമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മല്ലം എടുത്തുദ്ധരിച്ചതാണ്, മക്ലം യകുല്ലഹു ശൈഖുൻ ഫൈബിലീസു ശൈഖു. ഒരു ഗുരുനാഥനില്ലാത്തവന്റെ ഗുരുനാഥൻ ഇബ്ലീസ് ആയിരിക്കും. ഗുരുനാഥൻ വേണം. ഗുരുനാഥൻ വേണം. അപ്പൊ ഗുരുനാഥൻ ഇല്ലാത്തവന്റെ ശൈഖ് അത് ഇബ്ലീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ റൂട്ടിൽ കൊണ്ടുപോകുന്ന ഗുരുനാഥൻ വേണം. അതാരായിരിക്കണം? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അതിനാൽ ഫത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസുന്നതി അൽ ആമിലീന ബിഹിമാ. ഖുർആനും സുന്നത്തുമൊക്കെ നന്നായി വിവരമുള്ള, അതനുസരിച്ച് കൃത്യമായി അമലി ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരായ ആലിമീങ്ങളെ നിങ്ങൾ ഗുരുനാഥന്മാരായി പിന്തുടരുക. വിവരമില്ലാത്തവരെ നിങ്ങൾ പിന്തുടരരുത്. അപ്പോ സുഹൃത്തുക്കളെ, എന്താണ് ശരീഅത്തിന്റെ നിയമം? എന്താണ് ത്വരീഖത്ത്? എന്താണ് ഹഖീഖത്ത്? അതിനെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ലാതെ മഹാന്മാരായ ഔലിയാക്കളെ ആരിഫീങ്ങളുടെ കിതാബുകൾ മനസ്സിലാക്കാതെ എന്താണ് ഖാദിരിയ ത്വരീഖത്ത്, എന്താണ് റിഫായിയ ത്വരീഖത്ത്, അതൊന്നും പഠിക്കാതെ ഞാനും ശൈഖ് എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ ജനങ്ങളെ കൊണ്ടുപോയി ആലിമീകളെ കുറ്റം പറയുന്നവരാക്കി തീർക്കുന്നു. അവരാഖിറം നഷ്ടപ്പെടാൻ വേറെ എന്തെങ്കിലും വേണോ? ലാ തഗ്തബന്ന ഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിജഹ്ലിൻ ജറാ في نفسك ولو لا تغتبن أحدا فضلا عن العلماء ولو بسهو لما في لحمهم ضعف إن الضعف إذا ما كنت تأكله ولو بجهل جرى في نفسك التلف. മോനെ, നീ ആരുടെയും കുറ്റം പറയല്ലേ, പൊരുത്തപ്പെടാത്തത് പറയല്ലേ. സുബ്ഹാനല്ലാഹ്, അവൻ കറുത്തവനാണ്, ഇവൻ കുറിയവനാണ്, അവൻ വലിയ പൊക്കമുള്ള ഒരുത്തനാണ്, അല്ലെങ്കിൽ അവൻ ദുഷ്ട സ്വഭാവക്കാരനാണ്. ഇങ്ങനെയുള്ള ഗീബത്തൊന്നും ആരും പറയാൻ പാടില്ല.
എന്നാൽ അവിടെയും ഇമാമികൾ പറയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ കക്ഷികൾ അവരാശയം പ്രചരിപ്പിക്കുമ്പോൾ അവർക്ക് ഇന്ന കുറ്റമുണ്ടെന്ന് പറയൽ വുജൂബാണ്. എന്നാൽ ആലിമീങ്ങളെ കുറ്റം പറയലോ ആലിമീങ്ങളെ കുറ്റം നീ തീരെ പറയല്ലേ. കാരണം എന്താണ്? മറന്നിട്ടും പറഞ്ഞു പോകല്ലേ. ആലിമീങ്ങളുടെ മാംസത്തിൽ നഞ്ഞുണ്ട് കേട്ടോ, വിഷമുണ്ട് കേട്ടോ. മാംസം തിന്നലാണ് ഗീബത്ത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നീ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ ഇന്ന ദുആ ഫൈദാ മാ കുൻത തഖുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. നീ അറിയാതെ വിഷം വയറ്റിലാക്കി പോയാലും നിന്റെ ശരീരം നശിക്കൂലേ? ഇതുപോലെ ആലിമീങ്ങളെ നീ അറിയാതെ കുറ്റം പറഞ്ഞാലും നീ നിന്റെ ഈമാൻ നശിച്ചു പോകും കേട്ടോ. സുഹൃത്തുക്കളെ, ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. അവരാണ് ശൈഖന്മാർ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെറിയ കുട്ടിക്കാലത്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദില്ലേ, ആ ഉസ്താദാണ് ആ കുട്ടിയുടെ ശൈഖ്. കുറച്ചിങ്ങോട്ടെത്തിയാൽ ഹദീസ് ഓതി കൊടുക്കുന്ന ഉസ്താദില്ലേ, അവരാണ് ശൈഖ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ പദവി ദറജ വർദ്ധിച്ച് ഇൽമിലും അമലിലും വളരെ ദറജ വർദ്ധിച്ച് മനുഷ്യന് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് ലയിക്കാൻ പറ്റുന്ന ഉന്നതമായ പദവിയിലേക്ക് ഒരാൾ എത്തിയാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുയിൽ വിവരിച്ചത് കാണാം. അതേ, അവന് ഒരു വലിയ മഹാനായ ശൈഖ് വേണം. ആ മഹാനായ ശൈഖ് അതേ, അത് ആർക്കാണ് വേണ്ടത്? ഈ സ്ഥാനത്തെത്തിയവർക്കാണ് വേണ്ടത്. അല്ലാതെ വുളു എടുക്കാത്തവന് നിസ്കരിക്കാൻ ഇമാമ് വേണോ? അതേപോലെ തന്നെ ഔറത്ത് മറക്കാത്തവന് ഇമാമിന്റെ ആവശ്യമുണ്ടോ? ഖിബില മനസ്സിലാകാത്തവൻ ഇമാമിനെ നോക്കി നടക്കേണ്ടതുണ്ടോ? ഓരോരുത്തരുടെയും അതാ പാണ്ഡിത്യവും അവരുടെ ആത്മീയതയുടെയും മഹത്വമനുസരിച്ച് അതിനേക്കാൾ മഹത്വമുള്ള ഗുരുനാഥൻ വേണം. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ നമ്മളെക്കാൾ വിവരമുള്ള പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. അതാണ് ശരിയായ തരീഖത്ത്. അങ്ങനെയുള്ള തരീഖത്തിന്റെ മഹാന്മാർ, അവരെ കുറ്റം പറയാൻ പാടില്ല. എന്നാൽ അവരുടെ സ്വഭാവം എന്താണ്? അവരെ വിമർശിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കൂല. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അതേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഇബ്രാഹിമുൽ ബുസ്തി എന്ന് പറയുന്ന ഒരാൾ ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിൽ അതാ റിഫാഈ ശൈഖിനെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് വിളിക്കുകയാണ്. യാ അഅ്വറു കോങ്കണ്ണ, യാ ദജ്ജാലു, എട ദജ്ജാലേ. അങ്ങനല്ലേ വലിയ ആലിമീങ്ങളെ ദജ്ജാൽ എന്നൊക്കെ വിളിക്കുന്ന വിവരം കെട്ടവരില്ലേ? സുബ്ഹാനല്ലാഹ്, യാ ദജ്ജാലു, എട ദജ്ജാലേ. പിന്നെയും വിളിക്കുകയാണ് യാമൻ ജമാ ബൈന റിജാലി വന്നിസാ, ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കലർത്തി നടക്കുന്ന മനുഷ്യ. റിഫാഈ ശൈഖ് തങ്ങളെയാണ് ഇങ്ങനെ തോന്നിവാസം വിളിക്കുന്നത്. വിളിച്ച് അവസാനം വിളിച്ച് യാ കൽബിന കൽബ്. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? കൽബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? സുബ്ഹാനല്ലാഹ്, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന ജീവിയില്ലേ നായ, അതാണ് കൽബിന കൽബ്. കൽബിന്റെ മകൻ കൽബേനാ വിളിച്ചത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ എഴുതിയ കത്ത്, ഈ കത്ത് കിട്ടിയപ്പോ റിഫാഈ ശൈഖിന് ചുണ്ടി പിടിച്ചില്ല. ശരിയായ ശൈഖന്മാരെങ്ങനെയെന്നാ ഞാൻ പറയുന്നത്? ചുണ്ടി പിടിച്ചില്ല. പകരം അതേപോലെ തിരിച്ച് കത്തയച്ചില്ല. എല്ലാം വായിച്ചു കേട്ടപ്പോ കത്തിന് മറുപടി എഴുതാൻ പറയാണ്. എന്താണ് മറുപടി? യാ സയ്യിദി. ഈ ചീത്ത വിളിച്ച ആളെ അങ്ങോട്ട് വിളിക്കുന്നത് സയ്യിദ് എന്നാണ്. യാ സയ്യിദി എന്ന് വിളിച്ചിട്ട് മറുപടിയാണ്. മറുപടിയിൽ എന്താ എഴുതുന്നത്? നിങ്ങളെ കത്ത് ഞാൻ വായിച്ചു. എന്നെ അല്ലാഹു തആല എവിടെയാണോ നിശ്ചയിച്ചത് ഞാൻ അവിടെയുണ്ട്. ഇനി ഞാൻ പറയട്ടെ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നെങ്കിൽ
നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടണേ, ഞാൻ നന്നാകാൻ പ്രാർത്ഥിക്കണേ. റിഫായി ശൈഖിന്റെ കത്താണ്. ഈ ചീത്ത എഴുതിയ പണ്ഡിതൻ ഇബ്രാഹിം മുസ്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് എഴുതിയ കത്താണ്. എന്നിട്ട് മഹാനവറുകൾ ചൊല്ലുകയാണ്, ലസ്തൂബാലി മൻ റബ്ബനി ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി ഖൈറ മുരീബി. പടച്ചവന്റെ അടുക്കൽ ഞാൻ ആരോപണമില്ലാത്തവനാകണം. ആളുകൾ എന്നെ സംശയിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല. അതാണ് ശരിയായ ശൈഖന്മാര്. സുഹൃത്തുക്കളെ, അതിന് പകരം അങ്ങനെയുള്ള സ്ഥാനത്താണ് ഞങ്ങളെന്ന് പറഞ്ഞ് ആലിമീങ്ങളെ കുറ്റം പറയുന്ന കുറെ ആളുകളെ ഉണ്ടാക്കുന്ന കക്ഷികൾ അവരൊരിക്കലും ശരിയായ ശൈഖുമല്ല, മുരീദുമല്ല. അങ്ങനെ കുറ്റവാളികളാണ്. അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മദ്യപിക്കുന്ന കുറ്റവാളി, പലിശ വാങ്ങുന്ന കുറ്റവാളി, അള്ളാന്റെ റസൂലിനെ സാധാരണക്കാരനാക്കുന്ന കുറ്റവാളി, അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന കുറ്റവാളി, അന്യ പെണ്ണിനെയും നോക്കി നടക്കുന്ന കുറ്റവാളി, ഇതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്ന വ്യാജ തരീഖത്തിന്റെ കുറ്റവാളി, ഇങ്ങനെയുള്ള കുറ്റവാളികൾ ഉണ്ടല്ലോ. അള്ളാഹ് പറയുന്നു, ഇന്ന ശജറത്തുസ് സഖൂമി തആമുൽ അസീം, കുറ്റവാളികൾക്കുള്ള ഭക്ഷണം സഖൂമാകുന്ന മരമാണ് നബിയേ. സുബ്ഹാനല്ലാഹ്, കാരമുള്ളിനേക്കാളൊക്കെ ഗൗരവമുള്ള മുള്ളാട്. ഇന്ന ശജറത്തുസ് സഖൂമി തആമുൽ ലദീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൽ, അത് വയറ്റിലതാ കഗല്ലിൽ ഹമീം, തിളക്കുന്ന വെള്ളം തിളച്ചു മറിയും പോലെ, ജൈത്തെണ്ണയുടെ കീടം തിളക്കുന്നത് പോലെ വയറ്റിലതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന ശജറത്തുസ് സഖൂമി തആമുൽ ലദീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം. ഈമാനില്ലാതെ തഖ്വയില്ലാതെ ജീവിച്ചവനല്ലേ, അവനെ പിടിച്ചോളൂ, കെട്ടിക്കോളൂ, നരകത്തിന്റെ മധ്യത്തിലേക്ക് എറിഞ്ഞോളൂ. സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, എന്നിട്ട് നല്ല തിളക്കുന്ന വെള്ളം കൊണ്ടുവന്ന്, സുബ്ഹാനല്ലാഹ്, നരകത്തിലെ തിളക്കുന്ന വെള്ളമാണ്. ഇവിടെയുള്ള ചൂടിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ്, അവിടെ തിളക്കുന്ന വെള്ളമാണ്. അത് കൊണ്ടുവന്നവന്റെ തലയിൽ ഒഴിച്ചു കൊടുക്കാൻ റബ്ബിന്റെ കൽപ്പനയാണ്. സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം. എന്നിട്ട് അവനോട് ചോദിക്കാൻ അല്ലാഹ് പറയാണ്, രുചി നോക്കിക്കടാ, നീ വലിയ ഇസ്സത്തുള്ളവനായി നടന്നതല്ലേ, നീ വലിയ മാന്യനായി നീങ്ങിയതല്ലേ. സുബ്ഹാനല്ലാഹ്, നിനക്ക് ആലിമീങ്ങളോട് പുച്ഛമല്ലേ, മുതഅല്ലിമീങ്ങളോട് നിസ്സാരതയല്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്നവരോട് നീ ഇൻസൾട്ട് ആക്കുകയല്ലേ, നീ വലിയ ആളായി പോയതില്ല ധാരണയല്ലേ. നീ സംശയിച്ച വിഷയങ്ങളാണിത്, നന്നായി അനുഭവിച്ചോ. ഈമാനിന് തഖ്വക്ക് വില കൽപ്പിക്കാതെ ജീവിച്ചവന് റബ്ബ് ശിക്ഷ കൊടുക്കുമെന്ന് സൂറത്തു ദുഖാനിൽ റബ്ബ് പറയാണ്. അതിന്റെ ശേഷം ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൽ, ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല, ഞാനൊരു മഹാനാണെന്ന ചിന്തയില്ല, താഴ്മയോടെ ജീവിക്കുന്ന മനുഷ്യൻ. അതേ, അഹംഭാവമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, പടച്ചവൻ കൽപ്പിച്ചതൊന്നും ഒഴിക്കുന്നില്ല, നിസ്കാരം കളാക്കുന്നില്ല, നോമ്പൊഴിക്കുന്നില്ല, സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നില്ല, കുടുംബ ബന്ധം ചേർക്കുന്നുണ്ട്, മുറിക്കുന്നില്ല,
അയൽവാസിക്ക് നന്മ ചെയ്യുന്നുണ്ട്, ഭാര്യയോട് നല്ല പെരുമാറ്റമുണ്ട്, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുന്നുണ്ട്, ഉമ്മ വാപ്പയുടെ പൊരുത്തം കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല ജീവിതം നയിച്ചവർ, ആലിമീങ്ങളെ പിന്തുടർന്നവർ, അതേ ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൽ, അവർക്കൊരു പേടിയുമില്ല, നിർഭയത്വമുള്ള വലിയ മഖാമിലാണ് അവര്. ഫീ ജന്നാത്തിൻ വഉയൂൽ, അവർക്ക് നല്ല തോട്ടങ്ങളാണ്, സ്വർഗങ്ങളാണ്, അവിടെ നല്ല അരുവികൾ ഇങ്ങനെ ഒഴുകുകയാണ്. യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ, അവർക്ക് നല്ല പട്ടിന്റെ വസ്ത്രങ്ങളാണ്. അവര് നെരിയാണിയുടെ ചുവടെ തുണിയഴച്ചി വലിച്ച് നടന്നവരല്ലോ. സുബ്ഹാനല്ലാഹ്, പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ മാറിടം കാണിച്ച് നടന്നവളല്ലോ, തലമുടി കാണിച്ച് നടന്നവളല്ലോ. അതേ യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ കദാലിക വസബ്ബജ്നാഹും ബിഹൂരിൻ ഈൻ, നല്ല സുന്ദരികളായ സ്ത്രീകൾ അവർ ദുനിയാവിൽ അവരെ ഭാര്യമാരുണ്ടല്ലോ, അവര് സ്വർഗത്തിൽ കൂടെയുണ്ടോ? എന്നാൽ അവരെ ഭംഗി ഒരു ഹൂറുല്ലീങ്ങൾക്കുമില്ല. സ്വന്തം ഭാര്യമാരെ തന്നെ രണ്ടാളും ഈമാനോടെ മരിച്ചാൽ അവിടെ കിട്ടുകയാണ്. അവരെ ഭംഗി വേറെ സ്വർഗത്തിലുള്ളൊരു സ്ത്രീകൾക്കുമില്ല. ആ സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങളുണ്ട്. കദാലിക വസബ്ബജ്നാഹും ബിഹൂരിൻ ഈൻ യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ, ഏത് ഫ്രൂട്ട്സുകളോ ഏത് പഴങ്ങളോ അതിലൊന്നും മരുന്ന് ചേർത്തിട്ടില്ല, മരുന്നടിച്ചിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. നല്ല നിർഭയരായി കഴിക്കാൻ പറ്റുന്ന എല്ലാവിധ ഫ്രൂട്ട്സുകളും അവരുദ്ദേശിക്കുമ്പോ മുന്നിലെത്തുകയാണ്. യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ വവഖാഹും അദാബൽ ജഹീം. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. സുബ്ഹാനല്ലാഹ്, ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ, അവര് ദുനിയാവിൽ വെച്ച് മരിച്ചൊരു മരണമില്ലേ, അതല്ലാതെ ഈ സ്വർഗത്തിൽ കടന്ന ആളുകൾക്ക് പിന്നെ മരണമില്ല. എത്ര കോടി 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 കൊല്ലം കഴിഞ്ഞാലും സ്വർഗത്തിൽ കടന്നവർക്ക് പിന്നെ മരണമില്ല. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ വവഖാഹും അദാബൽ ജഹീം. ഈ സ്വർഗം കിട്ടിയത് പോരല്ലോ, ആ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഈ സ്വർഗം കൊടുത്തത്. ആ സ്വർഗത്തിന് വേണ്ടി എത്ര അധ്വാനിച്ചാൽ എന്താണ്, എത്ര പ്രവർത്തിച്ചാൽ എന്താണ്, എങ്ങനെ പ്രവർത്തിച്ചാൽ എന്താണ്, അതതിന്റെ റൂട്ടിലാകണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി. സിന്ദാനി വസബഊന ഫിന്നാർ, 72 നരകത്തിൽ, ഒരൊറ്റ ഒന്ന് സ്വർഗത്തിൽ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, ആ ഒരു കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് സിറുൽ അസ്റാർ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ത്വരീഖത്തുകാര് 12 ടീമുണ്ട്, 11 സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളാണ്. ഒരൊറ്റ ഒന്നേ വിജയിച്ചവരുള്ളൂ ത്വരീഖത്തുകാരിൽ. ആ സൂഫി വേഷം കെട്ടുന്നവരിൽ ആ ഒരൊറ്റ ഒന്നാരാണ്? സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ, ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കുന്ന ഒരേ ഒരു ടീം, അത് മാത്രമേ വിജയിച്ചവരുള്ളൂ എന്ന് സിറുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതിൽ ഓരോ പഴച്ചുപോയ ത്വരീഖത്തുകാരുടെയും വാദങ്ങളെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പഠിക്കാതെ എവിടെങ്കിലും തരീഖത്താണ് എന്ന് പറയുമ്പോഴേക്ക് അങ്ങനെയും പെട്ടുപോകരുത്. അതേപോലെ തന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലെ ഔലിയാക്കളെയും ആരിഫീകളെയും കറാമത്തും മജൂദത്തും ഒക്കെ ചോദിക്കുന്ന കൂട്ടത്തിലും പെട്ടുപോകരുത്. നിങ്ങൾ അപ്പുറവും പെടാതെ ഇപ്പുറവും പെടാതെ മധ്യത്തിലാണ് അല്ലാഹു തആല നിർത്തിയത്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാഹു ആ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നമ്മെ എല്ലാവരെയും ജീവിപ്പിക്കുകയും അങ്ങനെ ഈമാനോടുകൂടെ മരിച്ച് സ്വർഗത്തിൽ എത്തുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.